പുതുതലമുറയിലെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സംവിധായകനാണ് ബിപിൻ ദാസ്. ഗുരുവായൂർ അമ്പലനടയിലാണ് ബിപിൻ ദാസിൻ്റെത് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വൻ ഹിറ്റാകുകയും ചെയ്തിരുന്നു സിനിമ. മോഹൻലാലും ബിപിൻ ദാസ് ഒന്നിക്കുമെന്ന ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ആരാധകർ വലിയ ആവേശത്തിലാക്കുകയും ചെയ്തു. എന്നാൽ ആ പടം ഉപേക്ഷിച്ചുവെന്ന് സംവിധായകൻ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ. മോഹൻലാൽ ആ പടം വേണ്ടെന്ന് വെക്കുകയായിരുന്നെന്ന് പറയാണ് ബിപിൻ ദാസ്. അതിനിടെ മോഹൻലാൽ നായകനായി വന്ന ഹിറ്റായ ഫാമിലി ചിത്രം തുടരും ജിയോ ഹോട്ട്സ്റ്റാറിൽ വിജയകരമായി സ്ട്രീമിംഗ് തുടരുകയാണ്. കെ.ആർ. സുനിൽ രചിച്ച ഈ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺമൂർത്തിയാണ്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം. രഞ്ജിത്താണ് ഈ ഫാമിലി ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാൽ നായകനായി തുടരും 236.25 കോടി ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ 100 കോടി നേടിയ ആദ്യ മലയാള ചിത്രമാണ് തുടരും. കേരളത്തിൽ മാത്രം ആകെ 118 കോടിയിലേറെ നേടിയപ്പോൾ ആഗോളതലത്തിൽ തിയേറ്റർ ഷെയർ 98 കോടിയാണ്. മോഹൻലാൽ, ശോഭന, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, തോമസ് മാത്യു, മണിയമ്പിള്ള രാജു, ഇർഷാദ്, സംഗീത് പ്രതാപ്, നന്ദു, അബിൻ ഷാ തുടങ്ങിയ വമ്പൻ താരം തന്നെ ഈ സിനിമയിലുണ്ട്. ബെൻസറിയം എന്നറിയപ്പെടുന്ന ടാക്സി ഡ്രൈവർ ഷൺമുഖം കുടുംബത്തിൻ്റെയും നാട്ടുകാരെയും പ്രിയപ്പെട്ടവനാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അംബാസഡർ കാറുമായി ഒരു അസാധാരണ സംഭവത്തിൽ അദ്ദേഹം കുരുക്കെടുക്കുന്നു. ആ കുരുക്കിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടും എന്നതാണ് കഥയുടെ പ്രമേയം.